ഹല്ലേലൂയ. ഞാനിപ്പോൾ ആരംഭത്തിൽ നമ്മൾ ഒന്നുകൂടെ അടിസ്ഥാനം ഇടാനായിട്ട് ഒരു കാര്യം കൂടെ പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്ക് യെഹെസ്കേൽ പ്രവചനം 1:1 വായിച്ചേ. ആദ്യം നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം വായിച്ചേ. വെളിപ്പാട് പുസ്തകം അല്ലല്ല, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1. ആ ആ സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. ആ ആ മതി. അതിന്റെ യെഹെസ്കേൽ 1:26. അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന്റെ മീതെ സിംഹാസനത്തിന് മീതെ മനുഷ്യ സാദൃശ്യത്തിലൊരു രൂപം ഉണ്ടായിരുന്നു. അവന്റെ അര മുതൽ മേലോട്ട് തീ പോലെ ഞാൻ കണ്ടു. അതിന്റെ ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. മതി. ഇത് 1-ാം വാക്യം നമ്മൾ വായിച്ചല്ലോ. 1-ാം വാക്യം എന്താ? യെഹെസ്കേൽ 1. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. സ്വർഗം തുറന്ന് ദിവ്യ ദർശനം കണ്ട പഴയ നിയമത്തിലെ ഒരു വ്യക്തി ആരാ? യെഹെസ്കേൽ. പുതിയ നിയമത്തിലെ ഒരു വ്യക്തി സ്വർഗം തുറന്ന് ദർശനം കണ്ട ഒരു വ്യക്തി ആരാ? യോഹന്നാൻ. അത് വെളിപ്പാട് 4:1 മുതൽ അതിന്റെ 2 മുതൽ വായിക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ യെഹെസ്കേൽ കണ്ടത് എങ്ങനെയാ? ഒരു സിംഹാസനം. എനിക്ക് സിംഹാസനത്തിന്റെ രൂപം ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരു സിംഹാസനം, അതിന്റെ നടുവിൽ ഒരു വലിയ അടുത്തുകൂടാത്ത വെളിച്ചം, അല്ലേ? ഈ അടുത്തുകൂടാത്ത വെളിച്ചവും അതിന്റെ നടുവിൽ ഒരു മനുഷ്യ രൂപം ഉണ്ടായിരുന്നു. മനുഷ്യരല്ല, മനുഷ്യ രൂപം ഉണ്ടായിരുന്നു. അതിന്റെ താഴോട്ടൊന്ന് വായിച്ചേ. അവന്റെ അര മുതൽ മേലോട്ട് ഈ മനുഷ്യരൂപത്തിന്റെ അര മുതൽ മുകളിലോട്ട് വേറൊരു കളറ്, പിന്നെ തീ പോലെ കടും ചുവപ്പ് തീ പോലെ ഞാൻ കണ്ടു. വായിച്ചു. അതിന്റെ ചുറ്റും പ്രകാശം ഉണ്ടായിരുന്നു. വലിയ തേജസ്സാ കേട്ടോ. മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. മഴവില്ല് പോലെ വലിയ വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. യഹോവയുടെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതിനകത്ത് യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത. അവിടെ ഒരു സിംഹാസനം ഉണ്ട്. തേജസ്സിന്റെ നടുവിൽ ഒരു സിംഹാസനം ഇരിക്കുന്നു. ആ സിംഹാസനത്തിന്റെ നടുവിൽ ഒരു മനുഷ്യരൂപം കണ്ടു. അര മുതൽ മുകളിലേക്ക് ശുക്ലസ്വർണം പോലെയും അര മുതൽ താഴോട്ട് തീ പോലെയും. ഒന്ന് തീക്കൊത്ത സ്വർണം. ഇനി 4-ന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. സ്വർഗത്തിൽ ഒരു സിംഹാസനം. അപ്പൊ രണ്ടുപേരും ഒരേ സിംഹാസനം കാണുന്നുള്ളൂ കേട്ടോ. 3 സിംഹാസനം കാണുന്നില്ല. സ്വർഗത്തിൽ പോയി കണ്ട വ്യക്തി യെഹെസ്കേലും ഒരു സിംഹാസനമാണ് കാണുന്നത്. യോഹന്നാൻ ഒരു സ്വർഗത്തിൽ പോയി കണ്ട പാർട്ടി പറയാ സിംഹാസനം ഒന്നേ ഉള്ളൂ അവിടെ. ഇത് കണ്ടവൻ നീ അങ്ങ് മാറി നിൽക്ക്, കേട്ട ഞാൻ പറയാമെന്ന് പറഞ്ഞ പോലെ എന്ന് 3 സിംഹാസനം പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? വായിച്ചോ. ഒരു സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. അത് പിതാവാണെന്നോ പുത്രനാണെന്നോ പരിശുദ്ധമാവാണെന്നോ പറയുന്നില്ല. ഒരു സിംഹാസനം വെച്ചിരിക്കും. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഇരിക്കുന്നവനെ കണ്ടിട്ട് അവൻ ഒരു പിതാവിനെ പോലെയാണെന്നല്ല, കാഴ്ചക്ക് സൂര്യകാന്തം, പിന്നെ സദൃശൻ.
കാന്തം, പത്മരാഗം. നോക്കി അതിൻ്റെ യോജിപ്പ് കണ്ടോ? ആ യോജിപ്പ് കണ്ടോ? യെഹെസ്കേൽ കണ്ടതും ഒരു മനുഷ്യ സാദൃശ്യത്തിലൊരു രൂപം സിംഹാസനത്തിന് നടുവിലുണ്ട്. അതിന് ചുറ്റും ആർക്കും വർണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വലിയ പ്രകാശമുണ്ട്. ഈ പ്രകാശം എന്ന് പറഞ്ഞ തേജസ് ഏതാ? ഈ വലിയ തേജസ്, ആ തേജസ്സിന്റെ നടുവിൽ ഒരു മനുഷ്യ രൂപമുണ്ട്. ഈ രൂപം ആര് കണ്ടു സ്വർഗത്തിൽ? യെഹെസ്കേൽ. ഇവിടെയും യോഹന്നാൻ കണ്ടത് എങ്ങനെയാ? സിംഹാസന നടുവിൽ ഒരുവനായിരിക്കുന്നത്. ആ ഒരുവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തവും പത്മരാഗവും പോലെയാണ്. അപ്പം ഇവർ സ്വർഗത്തിൽ എങ്ങനെയാ പോയത്? എങ്ങനെയായിരിക്കും പോയത്? ആത്മാവിലാണെന്നുള്ളതിൻ്റെ തെളിവെന്ന് പറഞ്ഞാൽ പൗലോസ് ഒരിക്കൽ പറയുന്നില്ലേ, സോറി ശരിയാ പറഞ്ഞോ, ശരി പറഞ്ഞിട്ട് തല ചൊറിയുക. ഇത് തെറ്റാണെന്നുള്ളത്. ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ ശബ്ദത്തിൽ പറഞ്ഞോ. മൂന്നാം സ്വർഗത്തോളം പോയ ഒരു മനുഷ്യനെ എനിക്കറിയാം. അവൻ ശരീരത്തോടു കൂടെയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഇവിടെയും യോഹന്നാനെ ഈ വെളിപ്പാട് പുസ്തകം ത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ യോഹന്നാനെ എവിടെയൊക്കെ കൊണ്ടുപോയെന്നറിയാവോ? യോഹന്നാൻ തീച്ചുളയിലൂടെ പോകേണ്ടത് വന്നു ഇല്ലേ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എണ്ണ തിളപ്പിച്ചു. അതിനുശേഷമായിട്ട് തന്നെ പസ്മോസ് ദ്വീപിലേക്ക് ഒരിക്കലും അവൻ തിരിച്ചു വരരുത് എന്ന് ചിന്തിച്ച് പസ്മോസ് ദ്വീപിലേക്ക് അവനെ നാട് കടത്തി. ദൈവത്തിൻ്റെ ആത്മാവനെ എങ്ങോട്ട് കൊണ്ടുപോയി? ആത്മദർശനത്തിൽ നമ്മൾക്കത് പഠിക്കാനുള്ള വിഷയമാണ്. അവൻ സ്വർഗത്തിന് അവനെ കൊണ്ടുപോയി. ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞു. ഒരുപക്ഷെ തൻ്റെ ശരീരം പസ്മോസ് ദ്വീപിലുണ്ട് എങ്കിലും താൻ ആത്മാവിൽ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ടു. കണ്ടോ പറയാ, സ്വർഗത്തിൽ ഒരു സിംഹാസനമേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ ആ സിംഹാസനത്തിന്റെ നടുവിലിരിക്കുന്ന വ്യക്തി എങ്ങനെയുള്ളവനാ? കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. ഇത് നമ്മൾ ആരോട് ചോദിച്ച് മനസ്സിലാക്കും? ഈ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ എന്ന് പറഞ്ഞാൽ, സൂര്യകാന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? സൂര്യനെ പോലെ തിളങ്ങുന്ന വെണ്ണയുള്ള ഒരു കളറാണ്, ഒരു രക്തക്കല്ല. പത്മരാഗം എന്ന് പറഞ്ഞാലോ കടും ചുവപ്പുള്ള ഒരു രക്തക്കല്ലാണ്. അപ്പൊ ഇരിക്കുന്നവൻ അതിവെണ്ണയുള്ളവനും ഇരിക്കുന്നവൻ കടും ചുവപ്പുള്ളവനുമാണ്. രണ്ട് കളർ അവിടെ കാണുന്നുണ്ട്. ഇത് നമ്മൾ ആരോട് ചോദിച്ച് മനസ്സിലാക്കും? ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണ്ടേ ഇതെന്താണെന്ന്? അതെവിടെയാ? ഉത്തമഗീതം 5:10 നോക്കിയേ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. എന്റെ പ്രിയൻ വെണ്മയുള്ളവനാ, അതിവെണ്മയുള്ളവനാ. ഈ വെണ്മയെ എടുത്തു കാണിക്കുന്നു പരിശുദ്ധാത്മാവ്. എന്തിനെ കാണിക്കുന്നു? എന്റെ പ്രിയൻ പരിശുദ്ധനാണ്. ആരാണ് ഈ പരിശുദ്ധൻ? ഈ വെണ്മ ധരിച്ചവൻ, ഈ തേജസ് ധരിച്ചവൻ ആരാണ്? ഈ പരിശുദ്ധൻ. യെശയ്യാവിനോട് ചോദിച്ചു, യെശയ്യാവ് പറയും സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ എന്ന് പറയും. പിന്നെ എന്റെ പ്രിയൻ വെണ്മ മാത്രമല്ല, അവൻ ചുവപ്പും ഉള്ളവനാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുവപ്പ് രക്തത്തെ സൂചിപ്പിക്കുന്നത്. ചുവപ്പ് മനുഷ്യവർഗത്തിന് വേണ്ടി പാപയാഗമാകാനുള്ളവനുമാണ്. ഹല്ലേലൂയ. അപ്പം വെണ്മയുള്ളവനും ചുവപ്പുള്ളവനും രണ്ട് വ്യക്തിയല്ല, ഒരു വ്യക്തിയാണ്. വെണ്മയുള്ള പരിശുദ്ധനായ യഹോവയും ചുവപ്പും അവനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് സർവശക്തനായ ദൈവവും രക്ഷകനും രണ്ട് വ്യക്തികളല്ല എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതിനോട് ശത്രു വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരാണെന്നാ പറയുന്നത്. കണ്ടവൻ പറയുകയാണ് ഒരാളാണ്. ബൈബിള് പറയുന്നത് എന്തുവാ? നമ്മുടെ ദൈവവും രക്ഷകനുമാണെന്ന് തീത്തോസ് 12 പറയുന്നില്ലേ? യെശയ്യാവും 25:9 എന്താ പറയുന്നത്? യഹോവ വന്ന് രക്ഷിക്കും, യഹോവ തന്നെയാണ് രക്ഷകൻ. ഇവിടെ ഈ വെണ്മയും ചുവപ്പും ഉള്ളവനെ അർത്ഥമാക്കുന്നത് എന്തുവാ? നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നവൻ ആരാ? പരിശുദ്ധനായ യഹോവ തന്നെയാണ്. ഈ ചുവപ്പ് എന്താ? നമ്മളെ രക്ഷിക്കുന്ന രക്ഷണയുടെ പദ്ധതിയുടെ ഒരു അടയാളമാണ്.
അത് തന്നെയല്ല ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ സ്വർഗത്തിൽ സിംഹാസനം ഇരിക്കുന്ന ആരാ? ഒരുവൻ ഇരിക്കുന്നു. ആ ഇരിക്കുന്നവൻ ആരാണെന്ന് ഒന്നുകൂടെ വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ 7:17 ഒന്ന് വായിച്ചേ. വെളിപ്പാട് 7:17. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട്. മധ്യ സിംഹാസനത്തിന്റെ നടുവിൽ ആരായിരിക്കുന്നത്? കുഞ്ഞാടാണ്. സിംഹാസനത്തിന്റെ നടുവിൽ കുഞ്ഞാടാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഒരുവനായിരിക്കുന്നത്, കുഞ്ഞാടായിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തുവാ? യേശുവിനെയാണ്. എങ്കിലും അതിന് ഒരു ആത്മീയ അർത്ഥം എന്താ? കുഞ്ഞാട് നടുവിൽ, സിംഹാസനം എന്ന് പറഞ്ഞ ആ തേജസ്സിന്റെ നടുവിൽ ഇരിക്കുന്നവൻ കുഞ്ഞാടാണെന്ന് പറയുന്നു. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ 4 കാലും 1 വാലും ഉള്ള കുഞ്ഞാട് അല്ല. പിന്നെ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് കുഞ്ഞാടിനെ യാഗം അർപ്പിച്ച് അതിന്റെ രക്തം ചിന്തിയാണ് ആ പാവപരിഹാരത്തിന് വേണ്ടി ദൈവം വെച്ച ഒരു വ്യവസ്ഥ. അപ്പം കുഞ്ഞാടെന്ന് പറഞ്ഞാൽ രക്ഷയുടെ ഒരു പദ്ധതിയാണ്. അപ്പൊ രക്ഷയുടെ പദ്ധതി എവിടെയായിരിക്കുന്നത്? സിംഹാസനത്തിന് നടുവിൽ. സിംഹാസനത്തിന് നടുവിലിരിക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സർവശക്തനായ ഏക ദൈവത്തിന്റെ പ്രധാന കേന്ദ്ര വിഷയമായിരുന്നു നമ്മളെ രക്ഷിക്കുക എന്നുള്ളത്, അല്ലേ? നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളത് അപ്പന്റെ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതാണ് സിംഹാസനം നടുവിൽ. അവൻ നടുവിലായിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മൾ അറിയാതെ തുള്ളിച്ചാടാൻ പോകും തോന്നും. ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എൻ്റെ മക്കളെ രക്ഷിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം. രക്ഷിക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? രക്തം ചൊരിയണം. രക്തം ചൊരിയണം. രക്തം ചൊരിഞ്ഞ് പാവമോചനം. രക്തം ചൊരിയാതെ വിമോചനമില്ല. അതിനെന്ത് ചെയ്തു? ഈ നടുക്കിരുന്ന ആ ദൈവത്തിൻ്റെ നടുക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്ന ആ രക്ഷയുടെ പദ്ധതി ഇവിടെ ജഡം സ്വീകരിച്ചു. അതാണ് ആദ്യം വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനവും ദൈവമായിരുന്നു, അല്ല വചനം ദൈവമായിരുന്നു. അപ്പം ഈ വചനമാണ് ദൈവമായി പ്രവർത്തിച്ചത്. കാരണം ആദ്യം അവനെ കാണും നമുക്കില്ലേ? ഉണ്ടാകട്ടെ എന്ന് വചനം പറഞ്ഞപ്പോൾ ഉണ്ടായി സകലത്തിന്റെ സൃഷ്ടി. അതുകൊണ്ടല്ലേ എബ്രായരും പറയുന്നത് 11:3 പറയുന്നത് അത് ഈ ദൃശ്യമായതല്ല, കാരണമെന്ന് പെരുമാറ് ദൈവം പിന്നെ എന്താ സകലവും തന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാ. ഒന്ന് വായിച്ചു. ഈ കാണുന്ന ലോകമുണ്ടല്ലോ, ഈ കാണുന്ന ഈ ആകാശവും ഈ ഭൂമിയും ഈ ചരാചരങ്ങളും ഈ വൃക്ഷലതാദികളും ഈ അരുവികളും ഈ കടലും ഈ കായലും ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായ നല്ല കാരണം എന്ന് പെരുമാറ്. കാരണം ഈ കാണുന്ന ലോകത്തിന്റെ കാരണം ദൃശ്യമായ ഒന്നിൽ നിന്നല്ലെന്ന. പിന്നെ എങ്ങനെ ഉണ്ടായി? ദൈവം ശബ്ദിച്ചപ്പോൾ ഉണ്ടായതാണെന്ന്. നമ്മൾ ഇന്ന് വസിക്കുന്ന ഈ ഭൂമി, നമ്മളിവിടെ വീട് വെച്ച് താമസിക്കുന്ന ഈ ഭൂമി, നമ്മളിവിടെ ചവിട്ടി നടക്കുന്ന ഈ ഭൂമി ദൃശ്യമായ കാണത്തക്ക ഒന്നിൽ നിന്നുണ്ടായതല്ല, കാണാത്ത ദൈവത്തിന്റെ വചനത്തിൽ നിന്നുണ്ടായതാ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായി. അപ്പം എല്ലാത്തിന്റെ സകലത്തിന്റെ സൃഷ്ടിതാവാരാ? വചനം. ഈ വചനം ഇവിടെ വസിച്ചത് തേജസ്സായ ദൈവത്തിന്റെ നടുവിൽ. അതുകൊണ്ടല്ലേ അവൻ വേക്ഷത്തിൽ മനുഷ്യനായെന്ന, അല്ലേ? വേക്ഷത്തിൽ മനുഷ്യനായി. സത്യത്തിൽ അവൻ മനുഷ്യനല്ല. വേക്ഷത്തിൽ റിയൽ എന്താ? ദൈവമായിരുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടവനാ. ഈ വചനമാണ് ജഡമായി തീർന്നത്. ദൈവം ജഡമായി തീർന്നില്ല, വചനം ജഡമായി തീർന്നു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. നമ്മെ പോലെ നടന്നു, ഹല്ലേലൂയ. നമ്മെ പോലെ വിശന്നു, നമ്മെ പോലെ കരഞ്ഞു, നമ്മെ പോലെ മരിച്ചു. ആരാ? വചനം ജഡമായി തീർന്നു. ഈ ജഡത്തിൽ വസിച്ചതാരാ? ദൈവം ജഡത്തിൽ വസിച്ചു. തീമോഥെയോസ് 3:16. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു സാരം, പഴയ നിയമത്തിൽ ഒരു ഭക്തൻ സ്വർഗത്തിൽ കണ്ടത് ഒരേ ഒരു ദൈവത്തെ. ആ ദൈവം എന്ന് പറഞ്ഞാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ച ആ ദൈവം, അതിൻ്റെ നടുവിൽ ഒരു മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം ഉണ്ടായിരുന്നു. അതിന് 2 കളർ, അല്ലേ? പുതിയ നിയമത്തിൽ ഒരു ഭക്തൻ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് നീ കയറി വരാൻ പറഞ്ഞ് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ എന്താ? സ്വർഗം തുറന്നിരിക്കുന്നതും സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു.
ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും. അവന്റെ മുഖം സൂര്യനെ പോലെ വിളങ്ങിയെന്ന് പറയുന്നില്ലേ? അവനാണ് പരിശുദ്ധൻ, അവൻ ഏക പരിശുദ്ധനാ, അവൻ വിശുദ്ധനാണ്. അതാണ് ആ വെളുപ്പിനെ സൂചിപ്പിക്കുന്നത്. അവൻ പിന്നെ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. പിന്നെ അവൻ ഇങ്ങനെയായിരുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത. യഹോവയുടെ മഹത്വത്തിന് അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആരൊക്കെയുണ്ട്? എത്ര പേരുണ്ട്? 2 പേരാണോ? ഞാനും എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന, എന്നിൽ നിന്ന് ബഹിർഗമിച്ച് വരുന്ന വചനവും 2 വ്യക്തികളാണോ? നീ അങ്ങോട്ട് മാറി നിൽക്ക്. വചനത്തിന് ഇവിടെ ഒരു വേറെ കസേര കൊടുക്കുക. വചനമാണ് ഈ പുത്രത്വം സ്വീകരിച്ചത്, അല്ലേ? പുത്രനായി തീർന്നു, ജഡമായി തീർന്ന വചനമാ. അവൻ വചനം ജഡമായി തീർന്ന, ആ വചനം ജഡമായി തീർന്ന ആ ജഡത്തെ അവിടെ ഇരുത്ത്. പിന്നെ നീ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? ദൈവവും ദൈവത്തിന്റെ വചനവും, അല്ലെങ്കിൽ ആ വചനമാണ് ഇവിടെ എന്തെടുത്തത്? ജഡമെടുത്തത്. വചനം ജഡമായി തീർന്നു. ഇത് 2 വ്യക്തികളല്ല. ഞാനും എന്നിൽ നിന്ന് ബഹിർഗമിക്കുന്ന ഈ ശബ്ദവും 2 വ്യക്തികളെയല്ല സൂചിപ്പിക്കുന്നത്, എന്നെ തന്നെയാ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ അകലെ ഇരുന്നു കൊണ്ട് എന്റെ ശബ്ദം കേട്ടാൽ എന്ന് മനസ്സിലാവുക, നിങ്ങൾ എന്ത് പറയും? അത് ജോയിപ്പാഷാണെന്ന് പറയും, അല്ലേ? എൻ്റെ ശബ്ദവും എൻ്റെ ശരീരവും ഒന്നാ. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ ഒരു സിംഹാസനം. അത് തന്നെയല്ല, ഇവിടെ നമുക്ക് അവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. അല്ലെങ്കിൽ വെണ്മയും ചുവപ്പുള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. വെണ്മയായിരിക്കുന്ന പരിശുദ്ധനായ ഏക ദൈവം തന്നെയാണ് ഇവിടെ എന്താ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏക ദൈവം തന്നെ രക്ഷകനായി കടന്നു വന്നവനാണ് നാം ആരാധിക്കുന്ന യേശു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം എടുത്തേ. വെളിപ്പാട് 22-ാം അധ്യായം. ഹല്ലേലൂയ. ഒന്നുപോലെ വായിച്ചു. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങളിൽ നിന്നല്ല. ഇവര് 2 ദൈവവും കുഞ്ഞാടും, ദൈവവും യേശുവും 2 വ്യക്തികളാണെങ്കിൽ 2 സിംഹാസനം വേണം. ഇത് പെന്തക്കോസ്തുകാർ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 3 സിംഹാസനമൊക്കെ വെച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി. സിംഹാസനം എന്നാണ്, സിംഹാസനങ്ങൾ എന്നല്ല. അപ്പൊ സിംഹാസനം എന്നുള്ളത് ഏകവചനമായിരിക്കാൽ ദൈവവും കുഞ്ഞാടും ഏകനാണ്. ദൈവവും കുഞ്ഞാടും ഏകനായ ദൈവത്തിന്റെ 2 വിധ ശുശ്രൂഷകളെ എടുത്ത് കാണിക്കുന്നത്. ഈ 2 വിധ ശുശ്രൂഷകൾ 2 വ്യക്തികളല്ല, ഒരേ വ്യക്തിയുടെ 2 വിധ ശുശ്രൂഷകളെയാണ് വിശുദ്ധ ബൈബിൾ എടുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. വായിച്ചു. അതിന്റെ 3-ാം വാക്യം വായിച്ചു. യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങളല്ല, സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ആരെ ആരാധിക്കും? ദൈവവും കുഞ്ഞാടുമായവനെ. അറക്കപ്പെട്ട കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനാ. അറക്കപ്പെട്ട കുഞ്ഞാടും ഈ ദൈവവും 2 വ്യക്തികളല്ല. 2 വ്യക്തികളെ ആരാധിക്കേണ്ട ഗതികേട് നമുക്കില്ല. നമ്മുടെ ദൈവം അവൻ സർവശക്തനായ ദൈവവും അതുപോലെ തന്നെ കുഞ്ഞാടും അല്ലെങ്കിൽ രക്ഷണീയ പദ്ധതിയും അവൻ തന്നെയാണ്. ഹല്ലേലൂയ. യോഗ്യനാരുള്ളൂ എന്ന് സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടില്ലേ? അങ്ങനെ ഏറ്റവും അവർ കരഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം സ്വർഗം തന്നെ മറുപടി കൊടുക്കുക, നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകലരെയും നീ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് മഹത്വവും ബഹുമാനവും ശക്തിയും ലഭിപ്പാൻ നീ യോഗ്യനായിരിക്കുന്നു. അതല്ലേ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന്. നമുക്കിനി നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ ബാക്കി ഒരു ഭാഗം ഞാനിപ്പോൾ അടിസ്ഥാനം ഒന്നുകൂടെ എല്ലാ ആഴ്ചയിലും ഇത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളത് മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം എടുത്തേ, 1-ാം അധ്യായം എടുത്തേ. 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ചു. നമ്മെ എന്നേക്കും മഹത്വവും ബലവും ആമേൻ. നമ്മൾ
ഇതിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അതിൻ്റെ 5-ാം വാക്യം 1:5. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതൻ. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നോ? മരിച്ചവരിൽ ആദിജാതൻ ഇല്ല, അത് പറയാതെ പിന്നെ നമ്മൾ രണ്ടാമത് പോകുന്നത് ശരിയല്ല. മരിച്ചവരിൽ ആദിജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവൻ അല്ലേ? മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേറ്റവൻ. നമുക്ക് 1-2 വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആദ്യം കൊണ്ടുവരാം. കൊലോസ്യർ 1:18 വായിച്ചേ. കൊലോസ്യർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകും. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന്. ശ്രദ്ധിക്കണം ആ വാക്യം കേട്ടോ. സകലത്തിനും താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭം. സത്യത്തിൽ അവൻ ആരംഭമല്ല. ഏതാ? അവൻ ആരംഭമല്ല, നിത്യനാണ്. നിത്യനായവൻ ആരംഭമാകുക. നിത്യനായവൻ തന്നെയാണ് ഇവിടെ ആരംഭമാകുന്നത്. അവൻ ആരംഭവും പിന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. ഇനി അതിന് 1 കൊരിന്ത്യർ 15:20 വായിച്ച്. 1 കൊരിന്ത്യർ 15:20 നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ നിന്ന് ഈ 2 വാക്യങ്ങൾ, വാക്യങ്ങളുണ്ട് കേട്ടോ. ഈ 2 വാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യ ജാതൻ. നമ്മൾ സാധാരണ പാട്ട് പാടാറുണ്ട് അല്ലേ? മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയിൽ കഴുകി നമ്മെയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നിനച്ചു. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശു, ഹല്ലേലൂയ പാടി. ഇത് യേശുനാമക്കാരെന്ന് എഴുതിയ പാട്ടല്ല കേട്ടോ. പക്ഷേ അറിയാതെ തൃത്തക്കാരൻ്റെ കരങ്ങൾ ചലിപ്പിച്ച് മനസ്സും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അറിയാതെ പറഞ്ഞു. ആരാ? നമ്മൾ ആരാധിക്കുന്ന യേശുവിനെയാണെന്ന്. യേശുവും പിതാവും 2 വ്യക്തികളാണെന്ന് പറയുന്ന അതേ തൃത്തക്കാരെ കൊണ്ട് യേശു തന്നെയാണ് ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറയിപ്പിച്ചു. ആദ്യജാതൻ. എങ്ങനെ യേശു ക്രിസ്തു ആദിജാതനാകും? അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എങ്ങനെ യേശു ക്രിസ്തു ആദിജാതനാകും? മരിച്ചവരിൽ നിന്ന് ആദ്യം ഉയർത്തവനെന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയാണോ? അതെ. യേശു ക്രിസ്തു ഉയർക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 17:17 വായിച്ചേ. അനന്തരം വീട്ടുടമക്കാരത്തിയ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കിടന്നിട്ട് അവന് ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? എന്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എന്റെ മകനെ കൊള്ളേണ്ടതിനുമാകുന്നു നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അവൻ അവളോട്, നിന്റെ മകനെ ഇത് തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ മടിയിൽ നിന്നിട്ട് താൻ പാത്രത്തിന് വാടിമുറിയിൽ കൊണ്ടുവന്ന് കട്ടിന്മേൽ കിടത്തി. അവൻ യഹോവയോട്, ദൈവമായ യഹോവേ, ഞാൻ വന്നു പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കോണം നീ അവൾ കാർത്ത പറ്റിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കണ്ണു കിടന്നു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവൾ മടങ്ങി വരുമാറാകട്ടെ എന്ന് ഇവരോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. അപ്പൊ പഴയ നിയമകാലത്ത് സാരാഭാത്തിലെ വിധവയുടെ മകനെ സ്വർഗത്തിലെ കർത്താവ് ഉയർപ്പിച്ചു. അടുത്ത 2ാമത്തെ വാക്യം വായിച്ചു. 2 രാജാക്കന്മാർ 4:32. 2 രാജാക്കന്മാർ 4:32.
ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടന്നിട്ടും പിന്നെ കയറി അവന്റെ മേൽ കടന്നു കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്പി കണ്ടുകൊടുത്തു. അപ്പോൾ ദേവത്തെ വിളിച്ചു എന്ന് കൽപ്പിച്ചു. അവനവിടെ വിളിച്ചു. അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പിന്നെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ 1 രാജാക്കന്മാർ 17:17 നമ്മൾ വായിക്കുമ്പോൾ സാരാഫാത്തിലെ വിധവയുടെ മകനെ സ്വർഗത്തിലെ ദൈവം ഏലിയാവിലൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിനുശേഷമായിട്ട് 2 രാജാക്കന്മാർ 4:32 വായിക്കുമ്പോൾ ഏലീശയിലൂടെ ആര് ഉയർത്തെഴുന്നേറ്റു? ശൂനേംകാരി. ഒരു ശൂനേംകാരി ഏലീശ പോകുന്ന കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ദൈവപുരുഷനാണോ മനസ്സിലായി അല്ലേ? അതുകൊണ്ട് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്കിവനെ എല്ലാവരും ദൈവപുരുഷനാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി താമസിപ്പിക്കരുത് കേട്ടോ, മനസ്സിലായോ? കാണുന്നതെല്ലാം സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട്, കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല. കാണുന്നതിൽ 10 സ്തോത്രം പറഞ്ഞുകൊണ്ടോ 10 ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടോ അവൻ ദൈവദാസനാണെന്ന് ചിന്തിക്കരുത്. ഞാൻ ആരും തരുന്താരുന്താ പറയുന്നതല്ല. നമുക്ക് മനസ്സിലാക്കണം, ഒരുവനെ കണ്ടാൽ മനസ്സിലാക്കണം ഇവൻ ഈ ഭരിക്കുന്ന ആത്മാവാ, ഇവൻ ദൈവത്തോട് കടപ്പാടുള്ളവനാ, ഇവനെ വിളിച്ചത് ദൈവമാ, ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയവനാണെന്ന് ബോധ്യം വരണം. അല്ലാത്ത ആരെങ്കിലും വന്ന് 10 സ്തോത്രം പറഞ്ഞ് 10 അന്യഭാഷയും പറഞ്ഞ് കണ്ണടച്ച് നമ്മുടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കൊണ്ട് അവൻ ദൈവത്താൽ ഉള്ളവരാണെന്ന് ചിന്തിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയുള്ളവരൊക്കെ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക പലരും. ഒത്തിരി തെളിവുകൾ എനിക്ക് പറയാനുണ്ട്, പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ ഇവിടെ 2 രാജാക്കന്മാർ 4:23 ശൂനേംകാരത്തിയുടെ മകനെ, ഏക മകനെ ഏലീശ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതെന്നാ? യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പാണ്. ഏലിയ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നാ? യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ്. ഇനി 3ാമത് അടുത്ത വാക്യം വായിച്ചു. 2 രാജാക്കന്മാർ 13:20. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ ഏലീശാവിന്റെ കല്ലറയിൽ ഇട്ടു. അവൻ അതിൽ വീണ് ഏലീശായുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. 3ാമത്തെ ആള് പഴയ നിയമത്തിൽ അല്ലേ? 3ാമത് ആരാ എഴുന്നേറ്റത്? യുദ്ധം നടന്നപ്പോൾ ഒരു പടയാളി മരിച്ചു. ഈ പടയാളി എന്ത് ചെയ്തു? എടുത്തങ്ങോട്ട് ഇട്ടിട്ട് പോകുന്നു. എല്ലാ പടയാളികൾ അവർ ഇന്നത്തെ കാലത്ത് പോലെ ചിലപ്പോൾ പലരുടെയും ശവം, യുദ്ധത്തിന് പോകുന്ന പലരുടെയും ശവം കിട്ടിയില്ലെന്ന് വരും. ചിലപ്പോൾ ശത്രുവിൻ്റെ കയ്യിലായിരിക്കും അല്ലേ? ഇത് കിട്ടിയപ്പോഴും എന്താ, അവനെ എടുത്തങ്ങോട്ട് ഒരു കുഴിയിലേക്ക് കൊണ്ടിട്ടു. അത് ആരുടെ കുഴിയായിരുന്നു? ഏലീശയുടെ കല്ലറയായിരുന്നു. ഏലീശയെ അടക്കിയതായിരുന്നു. ഏലീശയുടെ അസ്ഥിയിൽ തൊട്ടപ്പോൾ അവൻ ചാടി എഴുന്നേറ്റുന്നേ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വിശ്വസ്തമായിട്ട് ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ അസ്ഥിയിൽ പോലും എന്തുണ്ട്? ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇത് വെറുതെ ഉള്ള സംഗതിയല്ല. നമുക്കറിയാം, ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ യഥാർത്ഥത്തിൽ ഈ ഏലീശയുടെ അസ്ഥി തൊട്ട് കഴിഞ്ഞപ്പോൾ, അതുകൊണ്ടല്ലേ യോസഫ് ഒരു കാര്യം പറഞ്ഞു. അവിടെ മിസ്രൈമിൽ യോസഫ് കിടന്നപ്പം മരിക്കുന്നതിന് മുമ്പ് യോസഫ് ഒരു കാര്യം പറഞ്ഞു. എന്താ? നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥി ഇവിടെ ഇടേണ്ടതല്ല, എൻ്റെ അസ്ഥി നിങ്ങൾ എടുത്തോണമെന്ന് പറഞ്ഞു. അവരുടെ യാത്രയിൽ, പിന്നെ മരുഭൂമി യാത്രയിൽ അവരെ അനുഗമിച്ച യോസഫിൻ്റെ അസ്ഥി ഉണ്ടായിരുന്നില്ലേ? അല്ലേ? അവർ യോസഫിൻ്റെ അസ്ഥിയുമായിട്ടാണ് പോയത്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാനത് ഇന്ന് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നില്ല. നമ്മൾ യേശുക്രിസ്തു അപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് പഴയ നിയമകാലത്ത് 3 വ്യക്തികളെ, ഒന്ന് ഏലിയാവിലൂടെ ദൈവം പ്രവർത്തിച്ച് സാരാഫാത്തിലെ വിധവയുടെ മകൻ, 2 ഏലീശയിലൂടെ ശൂനേംകാരത്തിയുടെ മകൻ, 3 പടയാളി. ഒരു പടയാളി ഈ ദൈവത്തിൻ്റെ ദാസനായ ഏലീശയുടെ അസ്ഥിയിൽ തൊട്ടപ്പോൾ എഴുന്നേറ്റിരുന്നു. ഇനി അടുത്ത വാക്യം കൂടെ പെട്ടെന്ന് വായിച്ചു, പെട്ടെന്ന് സമയം പോകുന്നു. മർക്കോസ് 5:35 വായിച്ചു. പുതിയ നിയമകാലം 5:35. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാൻ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടി ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാലെ ആരവത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്തുപടന്ന് നിങ്ങളുടെ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല അത്ര എന്ന് അവരോട് പറഞ്ഞു. അവനോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി
കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്നിടത്ത് ചെന്ന്. അവിടെ ആരൊക്കെ ഉള്ളൂ? കുട്ടിയുടെ അപ്പനും അമ്മയും ഉണ്ട്, പിന്നെ യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, ഈ 3 പേരും ഉള്ളൂ. മറുമലയിൽ കൊണ്ടുപോയില്ലേ? അവരെ 3 പേരെ കൊണ്ടുപോയുള്ളൂ. ശുശ്രൂഷ ചിലപ്പം ചില വ്യക്തികളെ കൂട്ടി നിർത്തിയ ശുശ്രൂഷ വെളിപ്പെടുകയില്ല. ഇവിടെ ആരവക്കാരെയും കരച്ചിലുണ്ടാക്കുന്നവരും ഒക്കെ പല ചിന്തകളുള്ളവരാ. യേശു പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു അവൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരിഹസിച്ചു. അവരെല്ലാം ഇറങ്ങാൻ പറഞ്ഞു, പുറത്താക്കി. എന്നിട്ട് വായിച്ചു, കുട്ടിയുടെ കൈക്ക് പിടിച്ച് അവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചേ. ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ. അപ്പൊ അതിന്റെ അർത്ഥം കേട്ടാൽ എന്തോ തോന്നുള്ളൂ? ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കൂമി എന്ന് പറഞ്ഞു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇതാരും അറിയരുതെന്ന് അവൻ അവനോട് ഏറിയോന്ന് കൽപ്പിച്ചു. ഇതാരും അറിയരുതെന്ന് അവന് ഏറിയോന്ന് കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ യായിറോസിന്റെ മകള് ഉയർത്തെഴുന്നേറ്റ വിവരം ആരും അറിയരുതേ എന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. 12 വയസ്സുള്ള പെൺകുട്ടിയാ. ന്യായപ്രമാണത്തിന്റെ ആദ്യ പാഠം പഠിച്ച് നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന ആളാ. ഇവള് മരിച്ചു കഴിഞ്ഞ് പിന്നെ ചാക്കിൻ കെട്ടി കട്ടിലടി കൊണ്ടിടാൻ പറ്റുമോ? നാളെ റോഡിലൂടെ ഇറങ്ങി നടക്കേണ്ടവല്ലേ, ജീവിക്കേണ്ടവനല്ലേ? അപ്പോൾ യേശു പറഞ്ഞത് ഇതാരും ആരും അറിയരുതെന്ന് പറഞ്ഞാൽ ഇതല്ല സംഭവം. യേശു അവിടെ ഉപയോഗിച്ച വാക്ക് ശിഷ്യന്മാർക്ക് മനസ്സിലായി. യേശു ആരാണെന്ന് മനസ്സിലായി. അവർ ഭ്രമിച്ചു യേശുവിൻ്റെ ഈ വാക്കിൽ. ആരോടും പറയരുത്. ഇത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ആരാണ് ഉയർപ്പിക്കുന്നത്? മരിച്ചവരെ ഉയർപ്പിക്കുന്നത് യഹോവയാണ് ഉയർപ്പിക്കുന്നത്. ആരാണ് മുടന്തന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്? യഹോവയാണ്. ആരാണ് കൂനുള്ളവരെ നിവർത്തുന്നത്? യഹോവയാണെന്ന് പഴയ നിമിത്തി വാക്യമുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാകും ഇത് യഹോവയാണ്. യഹോവയാണെന്ന് അറിഞ്ഞാൽ യേശുവിനെ ആരെങ്കിലും ക്രൂശിക്കുവോ? യേശുവിനെ ക്രൂശിക്കാതെ, അവൻ രക്തം ചൊരിയാതെ, പാപമില്ലാത്ത രക്തം ചൊരിയാതെ നമുക്ക് പാപമോചനമുണ്ടോ? അവന്റെ വരവ്, അന്നത്തെ വരവ് ഇവിടെ ചിലരെ സൗഖ്യമാക്കാൻ വേണ്ടിയല്ല. അവൻ പാപികളെ രക്ഷിക്കാൻ വന്നു. അവൻ രക്തം ചൊരിയാൻ വേണ്ടി വന്നു. അവൻ മരിക്കാൻ വേണ്ടി വന്നു. ഹല്ലേലൂയ! മരിക്കാൻ വേണ്ടി വന്നതാ. നമുക്കറിയാം അവനെ കൊല്ലാൻ പറ്റുകയില്ലെന്ന് അവർക്ക് അവസാനം ബോധ്യമായി. എന്താ? തന്നെ പിടിക്കാൻ വന്നവരോട് യേശു ചോദിച്ചു, എന്താ നിങ്ങൾ ആരെ തിരയുന്നു? നസറനായ യേശുവിനെ. യേശു എന്ന് പറഞ്ഞു, ഞാനാകുന്നു. എന്ന് പറയുവാൻ അധികാരം യഹോവയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ നിമിഷത്തിൽ അവർ ബോധം കെട്ട് വീണു അല്ലേ? വേണമെങ്കിൽ യേശുവിന് ഓടി രക്ഷപ്പെടാം. അവൻ ഓടി രക്ഷപ്പെടാൻ വന്നവനല്ല. അവൻ നമ്മളെ വീണ്ടെടുക്കുവാൻ, അവൻ യാഗമാകുവാൻ, അവന്റെ വിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തരുവാൻ അവൻ വന്നതാണ്. അവന്റെ പരമയാഗം നടക്കാതിരിക്കാൻ, ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞത്. മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റ കാര്യം പറയരുതെന്നല്ല, താൻ ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തി താൻ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവരാരും പ്രഭുക്കന്മാർ പലരും ഇത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ യഹോവയെ ക്രൂശിക്കയില്ലായിരുന്നു, തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനമൊക്കെ പലരും കൊടുത്തിരിക്കുന്നത്, വെളിപ്പാട് പുസ്തകം അതിന്റെ ആരംഭം തന്നെ പറയുന്നത് എങ്ങനെയാ? കർത്താവിന്റെ വെളിപ്പാടെന്നാ. ഇവിടെ എല്ലാം നിഴലിച്ച് നിൽക്കുന്ന ആരാ? ഇവിടെ എല്ലാം ഉയർന്നു നിൽക്കുന്ന ആരാ? നമ്മൾ എവിടെ നോക്കിയാലും, വെളിപ്പാട് പുസ്തകത്തിൽ എവിടെ നോക്കിയാലും എന്താ? അവിടെയെല്ലാം കർത്താവിന്റെ തലയെ ഉയർന്നു കാണും. യാതൊരു സംശയമില്ല. ഹല്ലേലൂയ! അപ്പോൾ ഇവിടെ ഇനി അടുത്ത വാക്യം വായിച്ചോ. ലൂക്കോസ് 7:11 വായിച്ചേ. നമുക്കിതൊക്കെ അറിയാവുന്ന വാക്യമായതുകൊണ്ട് ഞാൻ വായിച്ച് വിടുന്നതേ ഉള്ളൂ. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തിനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടി ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. മരിച്ചവൻ എഴുന്നേൽക്കുന്നത് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു.
എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. ഇതാര് സന്ദർശിച്ചതാ? ദൈവം സന്ദർശിച്ചതാ. ഹല്ലേലൂയ. അവിടെ എല്ലാം ഒത്തിരി വെളിപ്പാടുകൾ നമ്മൾ പഠിക്കാനുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ദുഃഖത്തിന്റെ ഒരു അമ്മയ്ക്ക് ഏക മകനായിരുന്നു ഇല്ലേ, നയനിലെ വിധവ, ഏക മകൻ. ആ ദുഃഖ വിലാപയാത്ര അവിടുന്ന് വരുന്നത് അല്ലേ, വിലാപയാത്ര അവിടുന്ന് വരുന്നു. ഇവിടെ എന്താ, യേശു അങ്ങോട്ട് ചെല്ലുക, യേശു അങ്ങോട്ട് ചെല്ലുക, യേശു അങ്ങോട്ട് ചെല്ലുക. വിലാപയാത്ര ഇങ്ങോട്ട് വരുന്നു. യേശുവിൻ്റെ പിന്നെ യേശു ആൾക്കാർ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് ചെല്ലുന്നു. ഇത് നേരെ വന്നു അല്ലേ, നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളോട് അടുത്ത് വരാം. ഈ പ്രശ്നവുമായിട്ട്, നമ്മുടെ രോഗവുമായിട്ട്, നമ്മുടെ പ്രശ്നവുമായിട്ട്, നമ്മുടെ മരിച്ച അവസ്ഥയുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ അവൻ നമ്മളെ അനുഗമിക്കും. ഇവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു ഉയർപ്പ് നടന്നു അല്ലേ. ഞാനിത് ചിന്തിക്കുന്നത്, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഈ മരണം കാണാൻ ജനങ്ങൾ എവിടേക്കാണ് വരുന്നത്? തലേദിവസം ചെല്ലു വന്നിട്ട് പോയി, എനിക്ക് നാളെ സമയമില്ല, അകന്ന അടുത്ത ബന്ധുക്കാരൊന്നുമല്ല, അടുത്ത സ്നേഹിതരൊന്നുമല്ല, ഇച്ചിരി അകന്ന നല്ല ഒരാളായിരുന്നു കേട്ടോ. പുള്ളി ഒന്ന് കാണാതിരിക്കാൻ പറ്റുകയല്ലോ. ഞാൻ അവിടെ പല പ്രാവശ്യം അവരുടെ വീട്ടിൽ ചെന്നിട്ടുള്ളതല്ലേ. നാളെ എനിക്ക് അത്യാവശ്യം ഒരു വിഷയത്തിന് പോകണം, അതുകൊണ്ട് തലേദിവസം ചെന്നിട്ട് എല്ലാവരും മുഖം കാണിച്ചിട്ടേക്ക് പോരും. അത്യാവശ്യമുള്ള അറിയപ്പെട്ട ആൾക്കാരെന്ത് ചെയ്യും, അവിടെ പിറ്റേ ദിവസം അവിടെ ചെന്നിട്ട് അത് തീർന്നും പിന്നെ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ വന്നിട്ടേ പോകുള്ളൂ അല്ലേ. അങ്ങനെ വീട്ടിലൊരു കൂട്ടം വരും, തലേദിവസം കുറച്ച് പേര് വന്നു പോകും, വീട്ടിൽ ഒരു കൂട്ടം വരും. ചിലർ സമയം കിട്ടാത്ത പെട്ടെന്ന് അത്യാവശ്യമാണ് അറിഞ്ഞാൽ ഇപ്പോഴാണ് അറിഞ്ഞത്. ഏതൊക്കെയാലും എപ്പോഴാണ് ശവം എടുക്കുന്നത്? 12 മണിക്കാണ്. 12 മണിക്ക് എടുക്കും. നമുക്ക് എന്നാൽ ശ്മശാനത്തിലേക്ക് പോകാം, അതാ എളുപ്പം, നമുക്ക് വീട്ടോട്ട് പോകണ്ട. അപ്പോൾ കുറച്ച് പേര് ഇവിടെ ഉണ്ടാകും, തലേദിവസം വന്നു പോയി. കുറച്ച് പേര് ആ വീട്ടിൽ വേണ്ടപ്പെട്ടവരെല്ലാം വീട്ടിലുണ്ട്, അവരെല്ലാം കൂടെ ഈ ഡെഡ് ബോഡിയുമായിട്ട് പോവുകയാണ്. കുറച്ച് പേരെന്ത് ചെയ്യും, ഈ ഡെഡ് ബോഡി ഒന്ന് കാണാൻ ശ്മശാനത്തിൽ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഇവിടെ ആൾക്കാർ ഈ ഒരാൾ മരിച്ച, ഒരു ഏക മകൻ മരിച്ചു, വിധവയ്ക്ക് മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഇവൻ ഉയർത്തെഴുന്നേറ്റെന്നും പറഞ്ഞുകൊണ്ട് അറിയിക്കാനായിട്ട് എല്ലാവരും കൂടെ ശ്മശാനത്തിലേക്ക് പോകുമോ? ഇവർ സന്തോഷം കൊണ്ട് യേശുവിനെ കണ്ട് ആ ഉയർപ്പ് പ്രാപിച്ച ഉയർപ്പിൻ്റെ സന്തോഷത്താൽ ഇവർ വീട്ടിലേക്ക് പോകുള്ളൂ. ഞാൻ ചിന്തിച്ചതേ, ഈ ശ്മശാനത്തിൽ വന്നവൻ്റെ ഗതികേടാ. അവൻ 12 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് വരുന്നില്ല. 1 മണിയായി, അന്നൊക്കെ ഫോൺ സൗകര്യമൊന്നും ഇല്ലേ. 1 മണിയായി, 2 മണിയായി, പിന്നെ ഇവന്മാർ സന്ധ്യയാകുമ്പോൾ വീട്ടിൽ വന്ന എന്താ, എവിടെ വേറെ വല്ലയിടത്തുമാണ് കുഴിച്ചിട്ടത്, വീട്ടിൽ വരുമ്പോഴാണ് അറിയുന്നത് അല്ലേ. ചിലപ്പോൾ കിലോമീറ്ററുകൾ കാണും. അവരുടെ ഗതികേട് ഈ അവസാനത്തേക്ക് വേണ്ടി അവസാനം ഒന്ന് കാണാം, ഒന്ന് മുഖം കാണിക്കാൻ നിൽക്കുന്നവരുടെയൊക്കെ ഗതികേട് ചിലപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവസാനം അവന് വീട്ടിൽ പോകാൻ പറ്റുമോ, ഇത് വരാതെ പോകാൻ പറ്റുമല്ലോ, വരാതിങ്ങനെ നോക്കി ഇരിക്കുക. ഏതായിരുന്നാലും നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, രണ്ടാമത് നമുക്ക് പുതിയ നിയമത്തിൽ ആരാ, നയനിലെ വിധവയുടെ മകൻ. ഇനി അടുത്തൊരു വാക്യം വായിച്ചേ, പെട്ടെന്ന് വായിച്ചു. മത്തായിയുടെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 11:1 മുതൽ വായിച്ചേ. നമുക്കറിയാവുന്ന വാക്യമാണ്. ഞാൻ അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബേഥേനിയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതയിൽ പൂശി അവന്റെ തറമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവളുടെ സഹോദരൻ ലാസറായിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവെ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവത്തിന് മഹത്വപ്പെടേണ്ടതിനും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ. മതി, നമുക്കറിയാവുന്ന ചരിത്രമാണ്. ആരാ? ലാസറിന്റെ ഉയർപ്പ. 4 ദിവസം കഴിഞ്ഞാന്ന് അവരുടെ വിശ്വാസത്തെ, അവരുടെ അന്ധവിശ്വാസത്തെ തോൽപ്പിക്കാനാണ് ദൈവം ആ സമയത്ത് ചെന്നത്. 3 ദിവസം ആയിട്ട് ചെന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആത്മാവോടെ 3 ദിവസം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കും. ആ സമയത്ത് പിടിച്ച് കൊണ്ടുവന്നാണെന്ന് പറയും. 4 ദിവസം അതിന് ഇനി വന്നിട്ട്, അതല്ലേ വാർത്ത പറയുന്നുണ്ട്, കർത്താവേ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചു. എങ്ങനെ ഈ കല്ല് തുറക്കും? അപ്പം അവർക്ക് മനുഷ്യൻ്റെ എല്ലാ വിശ്വാസവും, മനുഷ്യൻ്റെ എല്ലാ ആചാരങ്ങളും, മനുഷ്യൻ്റെ കണക്കൂട്ടലും മുഴുവൻ തെറ്റിപ്പോയി. ഇന്നലെ വന്നിരുന്നെങ്കിൽ എങ്ങനെങ്കിലും ആത്മാവിടെ ഉണ്ടായിരുന്നു. യേശു നല്ല മനുഷ്യനല്ലേ, എങ്ങനെങ്കിലും ആത്മാവിനെ ആ ശരീരത്തിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവരായിരുന്നു. ഇതൊന്ന് 4-ാമത്തെ ദിവസം ഇല്ല, അവൻ ശരീരമെല്ലാം എന്ത് ചെയ്തു? ജീർണിച്ചു. അപ്പോൾ ഈ അവരുടെ അനാചാരത്തെയും അന്ധവിശ്വാസത്തെയും വെല്ലുവിളിക്കുന്നതായിരുന്നു യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിക്കുക.
അവിടെ മൂന്നാമത് യേശു. അപ്പം ഇവിടെ നമ്മൾ 6 പേരെ ഉയർപ്പിച്ചത് നമ്മൾ കണ്ടു. 3 പേരെ പഴയ നിയമകാലത്ത്, 3 പേരെ പുതിയ നിയമകാലത്ത്. ഇനി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? ഉണ്ടോ? ഇത് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം ഒന്നും അറിയോ? നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. അതിന് വേണ്ടിയാണ്. പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഠിക്കണം. എന്തോ? എടുത്തോ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം പെട്ടെന്ന് വായിച്ചു. അതാണ് മൂന്നാമത്. നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. യേശു മരിച്ചപ്പോൾ കുറച്ച് പേര് ഉയർത്തെഴുന്നേറ്റു. 27-50 വായിച്ചേ. 50-ഉം 51 മാത്രം വായിച്ചു നിർത്തുക കേട്ടോ. 52 വായിക്കണ്ട. അപ്പോൾ മന്ദിരത്തിലെ തിരശീല യേശു പ്രാണനെ വിട്ടപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടിയോളം 2ആയി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, ഉയർത്തെഴുന്നേറ്റു. അത്രമാത്രം നിർത്തിയാൽ മതി. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്ന് അവർ ഉയർത്തെഴുന്നേറ്റു. അല്ലേ? അപ്പോൾ യേശു ഉയർക്കുന്നതിന് മുമ്പ് പഴയ നിയമ വിശുദ്ധന്മാരിൽ പലരുടെയും, എല്ലാവരുടെയും എന്ന് പറയുന്നില്ല, പലരുടെയും കല്ലറകൾ തുറന്നു, അവർ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യേശു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ആരൊക്കെ ഇവിടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്? പഴയ നിയമകാലത്ത് ബൈബിളിൽ പഠിപ്പിക്കുന്ന കാര്യം 3 വ്യക്തികൾ ഉയർത്തെഴുന്നേറ്റു. പുതിയ നിയമകാലത്ത് 3 വ്യക്തികളെ. യേശുവിന്റെ മരണസമയത്ത് പഴയ നിയമ വിശുദ്ധന്മാരുടെ കല്ലറ. പിന്നെ എങ്ങനെ യേശു മരിച്ചവരിൽ നിന്ന് ആദിജാതനാകും? ഈ ഉയർത്തെഴുന്നേൽപ്പിച്ച മാറ്റുകളെല്ലാം നയീന്റെ വിധവയുടെ മകനെ വീണ്ടും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ദുഃഖത്തിന്റെ പാനപാത്രമൊക്കെ പാടി അവിടെ കൊണ്ട് അടക്കി. പഴയ നിയമ വിശുദ്ധന്മാരാ അന്ന് പഴയ നിയമകാലത്ത് ഉയർത്തെഴുന്നേറ്റവരെ അവരെ അടക്കി. പിന്നെ യേശുവിൻ മരിച്ച സമയത്ത് അവരൊന്നും മരിച്ചതല്ലേ, മരിച്ചവരെ അടക്കിയ വിശുദ്ധന്മാർ പലതും ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് അടുത്ത വാക്യം വായിക്കേ, 52. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം മതി. അവന്റെ പുനരുത്ഥാനത്തിന് കല്ലറയിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കേണ്ടത് നമ്മുടെ അപ്പനാണ്. അതുകൊണ്ട് ഈ 3 ദിവസം അവരെവിടെ കിടന്നു? കല്ലറയിൽ കിടന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നതിന് ശേഷം മാത്രമാണ് അവർ കല്ലറകളെ വിട്ടത്. നമ്മൾ മറന്നു പോകരുത് കേട്ടോ. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. മറ്റുള്ളവരൊക്കെ മരിച്ചുപോയി. യേശു അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി. ആദ്യം ഉയർത്തെഴുന്നേൽക്കേണ്ടത് ആരാ? യേശു തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോകത്ത്. നമുക്ക് എല്ലാവർക്കും വിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു പരലോക